സംതൃപ്തി ദൈവത്തിൻ്റെ വരദാനം. സഭാപ്രസംഗി 2-ാം അധ്യായം 1 മുതൽ 26 വരെ. ധ്യാനത്തിനായിട്ട് 11-ാം വാക്യം. ഞാൻ എൻ്റെ കൈകളുടെ സകല പ്രവൃത്തികളെയും ഞാൻ ചെയ്യുവാൻ ശ്രമിച്ച സകല പരിശ്രമങ്ങളെയും നോക്കി. എല്ലാം മായയും വൃഥാ പ്രയത്നവും അത്രേ. സൂര്യൻ്റെ കീഴിൽ യാതൊരു ലാഭവും ഇല്ല എന്ന് കണ്ടു. ഒരിക്കൽ ഒരു ഗുരുവും ശിഷ്യനും ആധ്യാത്മിക തത്വചിന്തകളെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സംഭാഷണത്തിനിടയ്ക്ക് 90 കഴിഞ്ഞ ഒരു വൃദ്ധൻ്റെ കാര്യം പരാമർശ വിഷയമായി. ഒരു നല്ല മനുഷ്യൻ, നർമ്മബോധം അദ്ദേഹത്തിൻ്റെ കൂടപ്പിറപ്പാണ്. ഫലിതമേ പറയൂ, വേണ്ടുവോളം പണമുണ്ട്, പുത്രസമ്പത്തുമുണ്ട്. ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് വിഷാദത്തിൻ്റെ കരിനിഴൽ പരന്നിരിക്കുന്നതായി കാണപ്പെട്ടു. പുഞ്ചിരി നൃത്തം ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ മുഖത്ത് മ്ലാനത ചൂടുറപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിന് ഇപ്പോൾ നർമ്മരസമില്ല. ശരീരത്തിൻ്റെ അസുഖങ്ങളെപ്പറ്റി മാത്രമേ അദ്ദേഹത്തിന് പറയാനുള്ളൂ. തന്നെ സമീപിക്കുന്നവർക്ക് അനുഭവജ്ഞാനവും ആവേശവും പകർന്നു കൊടുത്തിരുന്ന ആ മനുഷ്യന് ഇന്ന് ഒരു സന്ദേശവും നൽകുവാനില്ല. ശിഷ്യൻ വിശദീകരിച്ചു. അദ്ദേഹത്തിൻ്റെ മേൽ നിരവധി അനുഗ്രഹങ്ങൾ ദൈവം വർഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ആകട്ടെ, അതിൽ ആ മനുഷ്യൻ സംതൃപ്തനാണോ? ഗുരു ചോദിച്ചു. സംതൃപ്തിയോ? അതുമാത്രമാണ് അയാൾക്കില്ലാത്തത്. മരണത്തോട് അയാൾ അടിവെച്ച് അടുക്കുകയാണ്. പരാശ്രയം കൂടാതെ ഒന്നും ചെയ്യുവാൻ അദ്ദേഹത്തിനാവില്ല. ശരീരം ദുർബലമായിരിക്കുന്നു. വിഷാദവും കൂട്ടിനെത്തി. ശിഷ്യൻ പറഞ്ഞു. ദൈവ മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ വരദാനമാണ് സംതൃപ്തി. ഈ കൃപാവരം ലഭിക്കുന്നവർക്ക് മാത്രമേ വാർദ്ധക്യം സന്തുഷ്ടമാക്കാൻ കഴിയൂ. ഗുരു വിശദീകരിച്ചു. എനിക്ക് സുഖം തരണേ എന്ന് ജഗദീശ്വരനോട് ഒരു മഹർഷി പ്രാർത്ഥിക്കുന്ന മന്ത്രം ഋഗ്വേദത്തിലുണ്ട്. ഭൗതിക സുഖത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല ഇത്. ഭൗതിക സുഖം ആർക്കും സംതൃപ്തി നൽകുകയില്ലല്ലോ. സംതൃപ്തിയില്ലാതെ സുഖമെവിടെ? അപ്പോൾ സുഖം നൽകണേ എന്ന പ്രാർത്ഥനയിൽ ഭൗതിക സുഖത്തിന് ആധാരമായ സംതൃപ്തി നൽകണേ എന്നും അന്തർഭവിച്ചിരിക്കുന്നു. സുഖമോഹികളാണ് എല്ലാ മനുഷ്യരും. പക്ഷേ ഭൗതിക സുഖത്തിനു വേണ്ടിയാണ് മനുഷ്യൻ പരക്കം പായുന്നത്. കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുവാൻ പോലും മനുഷ്യന് നേരമില്ല. ഊണും ഉറക്കവും പോക്കും വരവും എല്ലാം യാന്ത്രികമായി നടക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഈ തിക്കും തിരക്കും ഓട്ടവുമെല്ലാം? ഓടിപ്പോകുന്ന ഭൗതിക സുഖത്തെ എത്തിപ്പിടിക്കുവാനുള്ള മത്സരയോട്ടമാണ് എവിടെയും കാണുന്നത്. പക്ഷേ എന്തു നേടിയാലും മനുഷ്യൻ സംതൃപ്തനാകുന്നില്ല. രാഷ്ട്രീയക്കാർ MLA-മാരാകുവാനും MLA-മാർ മന്ത്രിമാരാകുവാനും മന്ത്രിമാർ മുഖ്യനാകുവാനും ആശിക്കുന്നു. ഈ സ്ഥാനമാനങ്ങളൊക്കെ നേടിയാലും മനുഷ്യൻ്റെ തൃഷ്ണ ശമിക്കുന്നുണ്ടോ? ഇല്ല. അവൻ പിന്നെയും സുഖമന്വേഷിക്കുന്നു. ദൈവത്തിൻ്റെ വരദാനമാകുന്ന സംതൃപ്തി ലഭിക്കാത്തവനെ ഭൗതിക സുഖങ്ങൾ എത്ര നേടിയാലും ഫലമില്ല. ഓർക്കണമേ, ഇച്ഛിക്കുകയും സ്നേഹിക്കുകയുമാണ് മനുഷ്യൻ്റെ സവിശേഷത. സദൃശ്യവാക്യം 16:25. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു. അതിൻ്റെ അവസാനമോ മരണവഴികളത്രേ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.